കാസർഗോഡ് എപ്പോഴും LDFിൻ്റെ തട്ടകമെന്നാണ് പേര് കേട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്ത് നിന്ന് വന്ന് പിടിച്ചെടുത്തതാണ്. ഇത്തവണയും കാസർഗോഡിൻ്റെ സ്വന്തം ഉണ്ണിച്ച തന്നെയാണ് കാസർഗോഡ് വിജയിച്ച്. നമുക്ക് അതിൻ്റെ വോട്ടിലേക്ക് പോകാം. രസകരമാണ് അദ്ദേഹത്തിൻ്റെ വോട്ടെന്നത്. അതായത് നമ്മൾ കല്യാശ്ശേരിയും പയ്യന്നൂരും ഒക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ആ രീതിയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ മറ്റേ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തേരോട്ടമായിരുന്നു. UDFിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയെടുക്കുന്നു. 4,35,861 വോട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കിട്ടിയത്. CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് 3,50,744 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. BJPയുടെ വോട്ട് 1,97,975. അതൊരു നല്ല വോട്ടാണ്. വളരെ കംഫർട്ടബിളായൊരു മെജോറിറ്റിയിലാണ് അദ്ദേഹം ജയിച്ചു കയറുന്നത്. 85,117 വോട്ടുകൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷമായിട്ടുണ്ട്. മൃഗീയ ഭൂരിപക്ഷമാണ്. ഒരു രക്ഷയില്ലാത്ത വിജയമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയെടുക്കുന്നത്. ഇടതിൻ്റെ കോട്ടയിലാണ്. അതായത് 7 നിയമസഭാ മണ്ഡലത്തിൽ 5 എണ്ണവും ജയിക്കുന്ന LDF ആണ്. മഞ്ചേശ്വരവും കാസർഗോഡും മാത്രമാണ് UDFിൻ്റെ കയ്യിലുള്ളത്. ഇങ്ങനെ ശക്തമായ ഇടത് കോട്ടയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കടന്ന് കയറി വിജയം നേടുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയം കേരളത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാസർഗോഡെ വോട്ടർമാർ അദ്ദേഹത്തെ പിന്തുണച്ചു. അദ്ദേഹത്തെ നെഞ്ചിലേറ്റി 5 വർഷം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡിൻ്റെ ലോകസഭയെ പ്രതിനിധീകരിക്കും.